അടിയന്തര മാനുഷിക സഹായം ലഭിച്ചില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ വഹിച്ചുകൊണ്ട് 5 ട്രക്കുകൾ മാത്രമാണ് തിങ്കളാഴ്ച ഗാസയിലേക്ക് പ്രവേശിച്ചതെന്നും ആവശ്യമുള്ളവരിലേക്ക് ഇതുവരെ സഹായം എത്തിയിട്ടില്ലെന്നും യുഎൻ ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞു. ഉപരോധത്തിൽ അയവ് വരുത്തിയിട്ടും ഗാസയിലേക്ക് 5 ട്രക്കുകൾ മാത്രമേ ഇസ്രായേൽ കടത്തിവിടുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് അടിയന്തര മാനുഷിക സഹായം ലഭിച്ചില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയത്. പോഷകാഹാരക്കുറവ് കാരണം കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ കഴിയാത്ത അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ അപകടമാണെന്നും മാനുഷിക പിന്തുണയിൽ അടിയന്തര വർധനവ് വരുത്തണമെന്നും യുഎൻ ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞു. കുട്ടികൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായി വെറും 5 ട്രക്കുകൾ മാത്രമാണ് ഗാസയിൽ പ്രവേശിച്ചതെന്നും ഇത് വിലക്കിന് ശേഷം കടലിലെ ഒരു തുള്ളി വെള്ളത്തോളം മാത്രം പര്യാപ്തമാണെന്നും യുഎൻ പറയുന്നു. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവും പോഷകാഹാരവും നിറച്ച 100 ട്രക്കുകൾ കൂടി ഗാസയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് യുഎൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. There are 14,000 babies that will die in the next 48 hours unless we can reach them. This is not food that Hamas are going to steal. No, we run the risk of looting. We run the risks of being hit as part of the Israeli military offensive. We run all sorts of risks trying to get that baby food through to those mothers who cannot feed their children right now because they're malnourished. We are there on the border right now. We have thousands of trucks ready to go. We know how to do this, we've done it before, and we are demanding that the world back us in pushing Israel to let us get in and reach those people who are starving right now. US, കാനഡ, ഫ്രാൻസ്, UK എന്നിവയുൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉപരോധത്തിൽ അയവ് വരുത്തിയത്. മാനുഷിക സഹായങ്ങൾ നിഷേധിക്കുന്നത് തുടർന്നാൽ സംയുക്ത നടപടിയിലേക്ക് കടക്കുമെന്നും ഈ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 3 രാജ്യത്തെ നേതാക്കളെയും ഹമാസ് പണം നൽകി സ്വാധീനിച്ചെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.